തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം മുഖ്യമന്ത്രിയുമായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർമേനോൻ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മോട്ടോർ വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് കെ നടേശൻ ഇനി ഓർമ്മ. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുരിയച്ചിറ മാലിന്യ പ്ലാന്റിലേക്ക് കോൺഗ്രസ് കൌൺസിലർമാർ മാർച്ച് നടത്തി. മാലിന്യ പ്ലാന്റിലെ ഈച്ച ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് കൌൺസിലർമാർ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ നേരിട്ടെത്തിയാണ് പ്രതിസന്ധി കാര്യങ്ങൾ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂർ പൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായും വരും വർഷങ്ങളിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ, സെക്രട്ടറി കെ. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, വിജയ് മേനോൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിക്ക് തൃശൂർ പൂരത്തിന്റെ ഫോട്ടോ ഭാരവാഹികൾ സമ്മാനിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർമേനോൻ ടി.സി.വിയോട് പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി കാണുകയുണ്ടായി. ഈ പ്രാവശ്യത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇപ്പം ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല, വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന വിധത്തിൽ നടത്താവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളത് വളരെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിലവിലെ സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷണറുടെ പരിഷ്കരിച്ച ഉത്തരവുമായി മുന്നോട്ടു പോകാൻ മറ്റ് തടസ്സങ്ങളില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ പരിഷ്കരണം നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതിയില്ലെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വാദം. എന്നാൽ നിയമത്തിന് അകത്ത് നിന്നുകൊണ്ട് സർക്കാരിന് അനുവദീയമായ പരിഷ്കരണങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ ധരിപ്പിച്ചത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം 2ാം ദിവസവും തുടരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെ പരിശോധനയിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വിട്ടുനിന്നു. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരത്തിന് പെപ്പിൻ ജോർജ്, ശശി പ്രകാശ്, ജയശങ്കർ, ഇ.ഡി. ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത്രയും വലിയ കൊട്ടിഘോഷിച്ചു വന്നിട്ടുള്ള ഒരു സർക്കുലർ 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ, ആ സർക്കുലർ പ്രകാരം ഒരു സ്ഥലത്തെങ്കിലും ഒരു ടെസ്റ്റെങ്കിലും നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയത്തിന് കാരണമായേനെ. പക്ഷേ കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ ടെസ്റ്റ് നടത്താൻ പറ്റാത്തതുള്ളത് അത് കേരളത്തിൽ നടപ്പിലാവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള രീതികളാണെന്നുള്ളതാണ് ഇന്ന് വസ്തുതകൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് കെ നടേശൻ ഇനി ഓർമ്മ. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. കൊല്ലം മങ്ങാട് സ്വദേശിയാണ്. ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് തൃശൂരിൽ താമസമാക്കിയത്. ആകാശവാണിയുടെ ദേശീയ സംഗീത പരിപാടിയിലടക്കം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. 2016 സംസ്ഥാന സർക്കാർ സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെലോഷിപ്പ്, അക്കാദമി പുരസ്കാരം, സംഗീത കലാ ആചാര്യ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തേടിയിട്ടുണ്ട്. മങ്ങാട് നടേശനും സുധാവർമ്മയും ചേർന്നുള്ള ആകാശവാണിയിലെ
കർണാടക സംഗീത പാഠം എന്ന പരിപാടി ജനപ്രിയമായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ രാത്രി താപനില ഉയരാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ ഇന്നു മുതൽ പുനഃക്രമീകരണം വരുത്താൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. രാവിലെ 8 മുതൽ 11 വരെയും ഉച്ചതിരിഞ്ഞ് 4 മുതൽ രാത്രി 8 വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. പുതിയ സമയക്രമീകരണം നടപ്പാക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർമാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചു. LDF നേതൃത്വം കൊടുക്കുന്ന തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി കുറെ കാലമായി അഴിമതി നടത്തുകയെന്നതിൽ കവിഞ്ഞ് ജനോപകാരപ്രദമായ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കുരിയച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശോചനീയാവസ്ഥ മൂലം ഈച്ചശല്യം കൊണ്ട് ജനജീവിതം ദുസ്സഹമായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യവും സംസ്കരണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഭരണസമിതി 100% പരാജയമാണ്. പ്ലാന്റിന്റെ ശോചനീയാവസ്ഥ മൂലം പ്രദേശവാസികൾ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഗതികേടിലാണ്. ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് ഇത് കാണിക്കുന്നത്. കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കുറെ കാലമായി ED ഓഫീസിലാണ് താമസമെന്നും കൌൺസിലർമാരും ED ഓഫീസ് കയറിയിറങ്ങുകയാണെന്നും ജോസ് വള്ളൂർ കുറ്റപ്പെടുത്തി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, മുൻ മേയർ IP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ജനതാ സ്റ്റോഴ്സ്, മിൻസ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ജനതാ സ്റ്റോഴ്സിൽ നിന്ന് 20ഓളം പാക്കറ്റ് സിഗരറ്റും പണവും ഹോട്ടലിൽ നിന്നും 2000 രൂപയോളവും നഷ്ടപ്പെട്ടു. രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയപ്പോഴാണ് രണ്ടിടത്തും മോഷണം നടന്ന വിവരം അറിയുന്നത്. ജനതാ സ്റ്റോഴ്സിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലയുടെ തീരമേഖല കേന്ദ്രീകരിച്ച് വ്യാപക മോഷണങ്ങളാണ് സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കൊടുങ്ങല്ലൂരും ഗുരുവായൂരും നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. തുടർച്ചയായുള്ള മോഷണങ്ങൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. മുള്ളൂർക്കര ഇരുനിലംകോട് കാഞ്ഞിരശ്ശേരി വനമേഖലയിൽ വൻ അഗ്നിബാധ. പ്രദേശത്തെ അക്കേഷ്യ മരങ്ങൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനാ വിഭാഗം എത്തിച്ചേർന്നെങ്കിലും കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ വാഹനം തിരിച്ചുപോയി. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം ഗുരുവായൂരിൽ വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. രാവിലെ 6 മണിയോടെ ഗുരുവായൂരിലെത്തിയ വിവാഹ സംഘം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് കാൽനടയായാണ് ക്ഷേത്ര നടയിലേക്ക് എത്തിയത്. രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം 6:20 ഒന്നാമത്തെ കല്യാണ മണ്ഡപത്തിലായിരുന്നു താലികെട്ട്. തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം ജയറാം മകളെ മടിയിൽ ഇരുത്തിയ ശേഷമാണ് വരൻ താലികെട്ടിയത്. തുടർന്ന് മകളുടെ കൈ പിടിച്ചു നൽകി. ജയറാം പാർവതി ദമ്പതികളുടെ മകനും നടനുമായ കാളിദാസ്, നടനും BJP നേതാവുമായ സുരേഷ് ഗോപി, ഭാര്യ രാധിക എന്നിവരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ആരാധകരുടെ തിരക്ക് കാരണം പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തുടർന്ന് തൃശൂരിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പ്രമുഖർ പങ്കെടുത്തു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത്. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ്. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ ബസ് ഇടിച്ചതിനെ ചോദ്യം ചെയ്ത ചുമട്ട് തൊഴിലാളിയെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ലോകമലേശ്വരം കണ്ണാത്തേരി പ്രസാദിന്റെ സ്കൂട്ടറിലാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന പൂജ എന്ന ബസ് ഇടിച്ചത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് പ്രതികരിച്ച തന്നെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റത്തിന് മുതിർന്നതായും പ്രസാദ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസാദ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി.
ചുമട്ടുതൊഴിലാളിയാണ് കൊടുങ്ങല്ലൂർ ഗോഡൗണിൽ. ഞാൻ സാൻഡിക്കൂടെ പോയപ്പോൾ വണ്ടി ഇടിച്ച് അവർ അനാവശ്യമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാണ്ടാണ് അവർ വണ്ടി എടുത്ത് പോയത്. ഏത് ബസ്സാണത്? പൂജ ബസ്. ഏത് റൂട്ടിലോടുന്നത്? തൃശ്ശൂർ. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവകയിൽ ജൈവ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുങ്ങുന്നു. വിവിധ കൃഷിയിടങ്ങളിലായി 2 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ അധ്യക്ഷത വഹിച്ചു. എളവള്ളി കൃഷി ഓഫീസർ രാകേഷ് ചീനിക്കൽ, സിസ്റ്റർ നിർമ്മല, വർഗീസ് കൈതാരത്ത്, പഞ്ചായത്ത് അംഗം സീമ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് പ്രൊഫസർ വി.പി. ജോൺസന്റെ 3 ഗ്രന്ഥങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ അറിയിച്ചു. വടക്കാഞ്ചേരി സൗഹൃദം സൊസൈറ്റി സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ നന്ദകിഷോർ, ചലച്ചിത്ര നടി സി രമാദേവിക്ക് പുസ്തകങ്ങൾ നൽകി പ്രകാശനം നിർവഹിക്കും. പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോയ് എം മണ്ണൂർ, ഫ്രാങ്കോ ലൂയിസ്, പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, ഡേവിസ് കണ്ണമ്പുഴ, മോഹൻദാസ് പാറപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീതയിലെ വികാരനിർഭരമായൊരു സന്ദർഭത്തിന് മോഹിനിയാട്ടത്തിലൂടെ രംഗാവിഷ്കാരമൊരുങ്ങുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിലൂടെ അവതരിപ്പിക്കുന്ന ദൈവദശകം കൂട്ടായ്മയുടെ എൻ്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായാണ് മോഹിനിയാട്ടം ആവിഷ്കാരമൊരുങ്ങുന്നത്. മോഹിനിയാട്ട കച്ചേരിയിൽ നൃത്തത്തിനും നൃത്യത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള വർണ്ണത്തിലാണ് 20 മിനിറ്റോളം ദൈർഘ്യമുള്ള നൃത്താവിഷ്കാരത്തിലൂടെ ചിന്താവിഷ്ടയായ സീത കലാസ്വാദകരിലേക്ക് എത്തുന്നത്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ 44 മുതൽ 55 വരെ ശ്ലോകങ്ങളിലെ കഥാസന്ദർഭമാണ് നൃത്താവിഷ്കാരത്തിൻ്റെ പ്രമേയം. തന്നോടൊപ്പം വാൽമീകി ആശ്രമത്തിൽ കഴിയുന്ന ലവകുശന്മാരെ ശ്രീരാമരാജധാനിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലുള്ള സീതയുടെ വികാര വിചാരങ്ങൾക്കാണ് മോഹിനിയാട്ടത്തിലൂടെ പുതിയ രംഗഭാഷ്യം ചമയ്ക്കുന്നത്. സീതാദേവിയുടെ കുറ്റബോധവും അന്ന് ശ്രീ ലക്ഷ്മണൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ചെയ്തതിനുള്ള ഒരു ഇതാണല്ലോ എനിക്ക് ഇന്ന് ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വിഷമവും കാണിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിലേക്ക് ഞാൻ മോഹിനിയാട്ടം വർണ്ണത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. സഞ്ചാരി ഭാവം അവിടെയാണ്. പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ ഞാൻ ചെയ്തതിൻ്റെ ഒരു അപരാധം ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ജാനകിമാർ അങ്ങനെയുണ്ട്. അതൊന്നും ഭവിക്കാതിരിക്കട്ടെ ലോകത്തേക്കെന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമുള്ള 20ഓളം മോഹിനിയാട്ടം അധ്യാപകരായ കലാകാരികളും കലാകാരന്മാരുമാണ് പരിശീലനം നേടുന്നത്. പരിശീലനം പൂർത്തിയായാൽ ആദ്യ അവതരണത്തിന് ശേഷം ഇവർ പരിശീലിപ്പിക്കുന്ന നൃത്തസംഘങ്ങൾ കുമാരനാശാൻ്റെ ചരമശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ വേദികളിൽ ചിന്താവിഷ്ടയായ സീത അവതരിപ്പിക്കും. കലാമണ്ഡലം ഗണേശൻ രചിച്ച് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ സംവിധാനം നിർവഹിക്കുന്ന ഈ മോഹിനിയാട്ട നൃത്താവിഷ്കാരത്തിന് ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാറാണ് സംഗീതം നൽകുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV. INTUC സ്ഥാപക ദിനം ആചരിച്ചു. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പതാക ഉയർത്തി. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം ആന്റണി, ജില്ലാ ഭാരവാഹികളായ VA ഷംസുദ്ദീൻ, KN നാരായണൻ, AT ജോസ്, ജോൺസൺ ആവോക്കാരൻ, PG സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ വനിതാ സഭയുടെ നേതൃത്വത്തിൽ ശ്രീ ശങ്കര ജയന്തി സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഞ്ജലി വേണാട് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ പ്രസിഡന്റ് പാർവതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ സെക്രട്ടറി ഗിരിജ എടമന, ജോയിന്റ് സെക്രട്ടറി സുധ അനന്ത ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് മക്കളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.
വിവാഹം കഴിഞ്ഞ് 11ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട് ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറക്കൽ വീട്ടിൽ പറയതനായ ചന്ദ്രന്റെ മകളുമായ 38 വയസ്സുള്ള ധനിതയാണ് മരിച്ചത്. ഏപ്രിൽ 21-നായിരുന്നു ഇവരുടെ വിവാഹം. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:30 തൃശൂർ ദയ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ധനിത വാടാനപ്പള്ളിയിലെ സെൻട്രൽ ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ഭർത്താവ് ലിജിത്ത് അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ, ഊട്ടുതിരുനാൾ കൺവീനർ ബെന്നി ചക്കാലക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജൂൺ 4-ന് ഊട്ടുതിരുനാളിന് കൊടിയേറും. ജൂൺ 11-നാണ് ഊട്ടുതിരുനാൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു ജോർജ്, ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിൻഡോ ദേവസി, വനിതാ വിംഗ് പ്രസിഡന്റ് ജാൻസി വിൽസൺ, PP ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി ഷാജി കാളിയങ്കരെയും സെക്രട്ടറിയായി ബാബു ജോർജിനെയും ട്രഷററായി ജോഷി നെടുമ്പാക്കാരനെയും തെരഞ്ഞെടുത്തു. പാഞ്ഞാൾ തോട്ടത്തിൽ മന ശ്രീ കിരാത രുദ്ര വിദ്യാപീഠത്തിൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന് ഈ മാസം 7-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1-ാം ദിനത്തിൽ രാവിലെ 9:45-ന് ബ്രഹ്മശ്രീ അഴകത്ത് നിധിൻ നമ്പൂതിരിപ്പാട് ധ്വജാരോഹണം നടത്തും. എല്ലാ ദിവസവും രാവിലെ മഹാഗണപതി ഹോമം, മഹാകിരാത രുദ്രയോ ഹോമം, ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ വേട്ടേക്കാരൻ എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവ നടക്കും. 19-ന് പുലർച്ചെ 4-ന് നടക്കുന്ന കൂറവലിക്കൽ ചടങ്ങോടെ മഹാകിരാത രുദ്രയജ്ഞത്തിന് സമാപനമാകും. ഭാരവാഹികളായ തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി, P കൃഷ്ണൻകുട്ടി, NA ശ്രീവത്സൻ, MS പ്രതീഷ്, അപ്പുക്കുട്ടൻ ഊരമ്പത്ത്, അമ്മണി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര തേശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ബെന്നി കള്ളിയത്തുപറമ്പിൽ, ജോണി ചെങ്ങിനിയാടൻ, മനു കള്ളിയത്തുപറമ്പിൽ, ജനറൽ കൺവീനർ ഷിബു കള്ളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദി DVLP സ്കൂളിൽ ആരംഭിച്ച ദശദിന ശില്പശാല സമാപിച്ചു. ചലച്ചിത്ര താരം ലിഷോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുധി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, നഗരസഭാ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ, പാതരക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, K നന്ദകുമാർ, E സുമതിക്കുട്ടി, KP കൃഷ്ണകുമാർ, ധന്യ സായുജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 6575 രൂപയായി. പവന് 400 രൂപ താഴ്ന്ന് 52,600 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ വർധനവിന് ശേഷമാണ് ഇന്ന് വിലയിൽ ഇടിവുണ്ടായത്. ആഗോള വിപണിയിലെ ഇടിവിന്റെ ആനുപാതികമായിട്ടാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. മുഖ്യമന്ത്രിയുമായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർ മേനോൻ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. മോട്ടോർ വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് K നടേശൻ ഇനി ഓർമ്മ. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുരിയച്ചിറ മാലിന്യ പ്ലാന്റിലേക്ക് കോൺഗ്രസ് കൌൺസിലർമാർ മാർച്ച് നടത്തി. മാലിന്യ പ്ലാന്റിലെ ഈച്ച ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് കൌൺസിലർമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.